ഹായ് ഫ്രണ്ട്സ്, അലീനയുടെയും മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയോട് പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയാണ് കേട്ടോ മനു. മുത്തശ്ശി ഈ സംഭവങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മതിലിന് പൊക്കത്ത് കയറി ഏതോ അമ്മമാർ വഴക്കുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അതെന്തിനാ മോനെ അവർ നമ്മളെ ചീത്ത വിളിക്കുന്നത്, നിങ്ങളത് ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് മനു ഈ കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയോട് പറയുന്നത്. ഹരിയും രോഹിത്തും കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു പാവം പെൺകുട്ടിയെ 18 വയസ്സ് പോലും തികയാത്ത ഒരു പാവം പെൺകൊച്ചിനെ പിച്ച് ചീന്തി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഹരിയെ എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസിൽ നിന്ന് ഊരിയെടുക്കണ്ടേ, അവനെ രക്ഷിക്കണ്ടേ എന്നാണ് കേട്ടോ മുത്തശ്ശി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മനുവിന് ആകെ ദേഷ്യമാണ് വരുന്നത്. മനു പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കണക്കാ, നിങ്ങളിപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവന്മാർ 4 പേരും കൂടെ പിച്ച് ചീന്തി ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോ? ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ തന്നെ മനു ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും മനുവിന് ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനു ആണെങ്കിലും മനുവിൻ്റെ വായിൽ വന്ന കാര്യം പറയുക കേട്ടോ. അത് മുത്തശ്ശിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഹരിയുടെ സ്വഭാവം ഏകദേശം എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. ഹരി എന്നാലും നമ്മുടെ കൊച്ചല്ലേ, അവൻ അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? അവൻ ജയിലിൽ കിടക്കുന്ന കണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ തന്നെ മുത്തശ്ശി വീണ്ടും ചോദിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവൻ ചെയ്ത തെറ്റിനെ ആരും ഒന്നും പറയുന്നില്ല. പകരം അവനെ എങ്ങനെയെങ്കിലും ഈ കുടുക്കിൽ നിന്നൊന്ന് രക്ഷിക്കണമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, എന്നാൽ മുത്തശ്ശി വേറൊരു കാര്യം കൂടി അറിഞ്ഞോ? ഹരി മാത്രമല്ല, ഈ സംഘത്തിലെ രോഹിത്തും ഉണ്ടെന്ന് പറയുകയാണ്. മയക്കുമരുന്ന് കുടിപ്പിച്ച് ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ രോഹിത്തും കൂട്ടു നിന്നെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി ആകെ ഷോക്കാവുകയാണ്. മുത്തശ്ശി കിടന്ന് കരയുന്നുണ്ട്. എന്നിട്ട് വൈജ എങ്ങനെ ഇത് സഹിക്കും എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അനുഭവിക്കണം, ഇതൊക്കെ അനുഭവിക്കാതെ എവിടെ പോകാനാ? സ്വന്തം വാശികൾ ജയിക്കണമെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കണമെന്നൊക്കെ പറയുകയാണ്. വീട് വിട്ടു പോകാൻ കാരണം അലീനയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു മുത്തശ്ശിയുടെ മുഖത്തടിച്ചതുപോലെ തന്നെ പറയുന്നുണ്ട്, വൈജാൻറ്റിക്ക് വിവാഹത്തിന് മുമ്പ് ആഗ്രയിൽ നടന്ന സംഭവങ്ങളും അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതും ആ കുഞ്ഞിനെ എവിടെ ഉപേക്ഷിച്ചതും എല്ലാ കാര്യങ്ങളും തന്നെ മുത്തശ്ശിയുടെ മുമ്പിൽ തുറന്നു പറയുകയാണ് മനു. എന്നാൽ അന്ന് ഉപേക്ഷിച്ച പെൺകുട്ടി അലീനയാണെന്ന് മാത്രം മുത്തശ്ശിയോട് പറയുന്നില്ല. മുത്തശ്ശിക്കാണെങ്കിലും മനു ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം മനു ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ബാലചന്ദ്രൻ കല്യാണത്തിന് മുമ്പ് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പിന്നാലെ പോയി ഓരോ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വെച്ചെന്നൊക്കെയാണല്ലോ മുത്തശ്ശി പറഞ്ഞു തുടങ്ങിയത്. ആ സമയത്ത് മനു സ്വന്തം മോളുടെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് പിന്നെ ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിരുന്ന് കരയുകയാണ്. എന്തായാലും ഒന്നും അവസാനിച്ചിട്ടില്ല മുത്തശ്ശി, അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്, ഇനി അനുഭവിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്തൊക്കെയാ ഈശ്വര ഇവിടെ നടക്കുന്നത്? എനിക്കിനി ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യ. എന്നെ അങ്ങ് എടുത്തോണേ, എനിക്കിനി മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് മനു അലീനയെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ. ഇവിടെ വീടിന് മുമ്പിൽ കുറച്ച് പേര് വന്ന് കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി, കുറേ അസഭ്യം പറഞ്ഞു, കുറേ ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് പോയത്. അതുപോലെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് മനു. അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, ഇതുവരെ അങ്ങനെ ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇനി വന്നാലും എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ 3 പെൺകുട്ടികൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, ആൾക്കാർക്ക് എന്തും ചെയ്യാമല്ലോ. എനിക്ക് നല്ല പേടിയുമുണ്ട്. ഗേറ്റും വാതിലും എല്ലാം അടച്ച് പൂട്ടിയിട്ടിരിക്കുകയെന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, അലീന നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ, നീ ധൈര്യമായിട്ടിരിക്കേ. അവർക്കും കൂടെ ധൈര്യം പറഞ്ഞു കൊടുക്കേണ്ടത് നീയല്ലേ. ഇവിടെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് നീയാണ്. ഇപ്പം ആ കുടുംബത്തെ നിയന്ത്രിക്കാനും ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും നീ മാത്രമേ ഉള്ളൂ. അവർക്കൊരു സഹായത്തിന് നീ മാത്രമേ ഉള്ളൂ. അവിടെ നീ തളർന്നു പോകരുതെന്നൊക്കെ മനു അലീനയോട് പറയുന്നുണ്ട്. പിന്നെ പോലീസുകാരും എല്ലാം അങ്ങോട്ടേക്ക് വന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ല മനുവേട്ടാ, അവരാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇതുവരെ. എന്തായാലും രോഹത്തിൻ്റെ മുറി പരിശോധിക്കാനും ഒക്കെ ആയിട്ട് അവർ വരുമായിരിക്കും. അതുകൊണ്ട് ഞാൻ രോഹത്തിൻ്റെ മുറിയിൽ കയറി എല്ലാം ഒന്ന് അരിച്ചു പറക്കി പരിശോധിച്ചു. കുറച്ച് സീഡികളും പെൻഡ്രൈവും മെമ്മറി കാർഡും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് അലീന പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ രോഹിത്തിൻ്റെ മുറിയിൽ നിന്നെടുത്ത് മാറ്റി വെച്ചു. പോലീസുകാർ വന്ന് സെർച്ച് ചെയ്യുമ്പം ഇതൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. അതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും അവർ ഈ കേസ് സ്ട്രോങ് ആക്കാൻ നോക്കും, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവർ വരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ മുറിയൊക്കെ ഒന്ന് അരിച്ചു പറക്കിയെന്ന് അലീന പറയുമ്പോഴേക്കും, അതെന്തായാലും നീ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ അതിൻ്റെയും കൂടെ ശിക്ഷ അവന്മാർ അനുഭവിക്കേണ്ടി വന്നേനെന്നൊക്കെ മനു പറയുകയാണ്. എന്നിട്ട് മനു ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എന്തായി, ഗോവർദ്ധനങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഗോവർദ്ധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോയിട്ടാണ് ഗോവർദ്ധനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. അച്ഛനിപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞ്. പിന്നെ ഐസിയുലായതുകൊണ്ട് അവിടെ ആരുടെ ആവശ്യമില്ലെന്നൊക്കെയാണ് ഗോവർദ്ധനങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് ഇവിടെ വന്ന് കെയർഫുൾ ആയിരിക്കണം, ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു മുൻകരുതലും കൂടി തന്നിട്ടാണ് പോയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുക, ഞാനെന്തായാലും അങ്ങോട്ടേക്ക് വരാൻ നോക്കാം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇതിൻ്റെ പേരും പറഞ്ഞ് കുറേ സദാചാര ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ കണ്ണ് വെടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പാടാന്നൊക്കെ മനു പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എന്നാൽ ശരി മനുവേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ.
അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് കയറി വരുന്നത്. പോലീസ് വണ്ടി വന്ന് മുറ്റത്ത് നിർത്തുമ്പോഴേക്കും മനു ഒന്ന് ഭയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് എന്ത് ഗോളുമായിട്ടാണ് ഇവർ വന്നതെന്നൊക്കെ മനു ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ പോലീസ് ജീപ്പ് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതിനകത്തിരിക്കുന്ന പോലീസുകാരെല്ലാം തന്നെ രൂക്ഷമായിട്ട് തന്നെ മനുവിനെ നോക്കുകയാണ്. രൂക്ഷമായിട്ട് തന്നെ എസ് ഐയും പോലീസുകാരൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മനുവും അതേപോലെ തന്നെ അവരെ നോക്കുകയാണ്. അവർ ഹരിയും കൂട്ടി തെളിവെടുപ്പിനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാണ്. എസ് ഐയും കോൺസ്റ്റബിൾസും അത് കഴിഞ്ഞ് ഹരിയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഹരിയെ കാണുമ്പോഴേക്കും മനുവിന് അവനെ വലിച്ചു കയറാനുള്ള ദേഷ്യമാണ് കേട്ടോ. ഹരിയെ ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ തുറച്ചു നോക്കിയാണ് മനു. ഹരിക്കാണെങ്കിലും മനുവിനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും ഹരിയുടെ മുഖത്ത് താൻ ഇത്രയും വലിയൊരു തെറ്റാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു കുറ്റബോധം പോലും ഇല്ലായിരുന്നു. മനു ഹരിയെ രൂക്ഷമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അവനെയും വലിച്ചഴിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മനുവിനെ കണ്ടുകൊണ്ട് തന്നെ എസ് ഐ ചോദിക്കുന്നുണ്ട്, നീ ഇവൻ്റെ ചേട്ടനാണോ എന്ന്. അതേ എന്ന് മനു പറയുകയാണ്. ഇതുപോലൊരു നാണക്കേട് ഇനി ഉണ്ടാകാനില്ല എന്ന മട്ടിൽ തന്നെ മനു തല താഴ്ത്തിക്കൊണ്ട് അതേ സാറെന്ന് പറയുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടോടെയാണ് മനു എസ് ഐയോടും സംസാരിക്കുന്നത്. കാരണം ഇവനെപ്പോലെ ഒരുത്തൻ്റെ ചേട്ടനാണെന്ന് പറയാൻ തന്നെ മനുവിന് നാണക്കേട് തോന്നുകയാണ് കേട്ടോ. കണ്ടല്ലോ, അനിയൻ എന്ത് വലിയ തെറ്റാ ചെയ്തേക്കുന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഓ സാർ മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ്. നിന്നെ കൂടാതെ ഈ വീട്ടിൽ വേറെ ആരാ ഉള്ളേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛനും അമ്മയും അനിയത്തിയും മുത്തശ്ശിയും ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ മനു. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, അച്ഛൻ പുറത്താണ്, അമ്മയും മുത്തശ്ശിയും അനിയത്തിയും വീട്ടിലുണ്ടെന്ന് പറയുകയാണ്. ഓഹോ, അനിയത്തിയും ഉണ്ടല്ലേ, അപ്പോൾ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. എന്നിട്ടാണല്ലേ നീ ആ പെൺകുട്ടിയോട് ഇതുപോലെ ഒരു ക്രൂരത കാട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഹരിയോട്. ഹരി ഒന്നും തന്നെ മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എസ് ഐ ദേഷ്യത്തോടെ തന്നെ ഇവനെയും കൂട്ടിക്കൊണ്ട് വാടോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. പോലീസ് ജീപ്പ് വന്ന് നിൽക്കുമ്പോഴേക്കും തന്നെ കമല ആകെ വെപ്രാളത്തിലാണ് കേട്ടോ. ഭയങ്കര ടെൻഷൻ അടിച്ച് അകത്തേക്കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് ഹരിയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അതും ഒരു മയത്തിലൊന്നും അല്ല, കമലയുടെ മുമ്പിലേക്ക് ഹരിയെ പിടിച്ച് തള്ളിയിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. കമലയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം സ്വന്തം മകനോടുള്ള അമിത വാത്സല്യം കാരണം അവൻ ചെയ്ത തെറ്റൊന്നും തന്നെ കമലയ്ക്ക് ഒരു തെറ്റേ അല്ല. സ്വന്തം മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ കമല ആ രീതിക്കൊക്കെ ചിന്തിക്കുകയുള്ളൂ. കാരണം കമലയുടെ മനസ്സിലെ ഏറ്റവും സൽഗുണ സമ്പന്നനായ പുത്രൻ ഹരിയാണല്ലോ. പിന്നെ ഏതൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയോടല്ലേ അവൻ ഈ ക്രൂരത കാണിച്ചേ. അതുകൊണ്ട് കമല അതിനെ പുറങ്കാലം കൊണ്ട് തന്നെ തള്ളിക്കളയുന്ന പോലെയാണ് സംസാരിക്കുന്നതും. ആ പെൺകുട്ടിയുടെ അവസ്ഥയോ ആ പെൺകുട്ടി അനുഭവിച്ച വേദനയോ ആ കുടുംബത്തിന്റെ നാണക്കേടോ ഒന്നും തന്നെ കമല മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേയില്ല. എങ്ങനെങ്കിലും സ്വന്തം മോനെ രക്ഷിച്ചെടുക്കണം, ഈ കുടുക്കിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കണം, അവൻ ജയിലിൽ പോകാൻ പാടില്ല, അവൻ എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടണം. ഇതൊക്കെ തന്നെയാണ് കമലയുടെ മനസ്സിൽ. ഹരിയെ പോലീസുകാരെ ലോക്കപ്പിലിട്ട് തല്ലാതിരിക്കാൻ വേണ്ടി പൈസ വരെ കൊടുത്ത് സെറ്റിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ കമല. ആ ഒരു ക്യാരക്ടറാണ് കമലയുടേത്. എന്തായാലും ഹരിയെ കോൺസ്റ്റബിൾസ് പിടിച്ച് തള്ളി വിടുമ്പോഴേക്കും ഹരി വീഴാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് കമല ഹരിയെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പോലീസുകാർ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കൈ പെട്ടെന്ന് തന്നെ പുറകോട്ട് വലിക്കുകയാണ്. എന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട്, മോൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നൊക്കെ അമ്മ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. ഇവനെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഇവൻ ഇവിടെ തന്നെ ആയിരുന്നല്ലോ താമസം. അപ്പോൾ ഇവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും ഇവന്റെ റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. കമലയാണെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം പോലീസുകാർ ഒരു പേടിയൊക്കെ ഉണ്ട് കമലയ്ക്ക്. എസ് ഐ പറയുന്നുണ്ട്, എല്ലാവരെയും വിളിക്കണം, എല്ലാവരോടും ചോദ്യം ചെയ്യണം, ഇവനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും ചോദിച്ചറിയാനുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ സർ, എല്ലാവരെയും വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമലയോട് തന്നെ ആദ്യം പോലീസുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, മോൻ്റെ പ്രവർത്തികളെ കുറിച്ചിട്ടൊക്കെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, ഇല്ല സാർ, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവനെ ആ രോഹിത് കൊണ്ടുപോയി പെടുത്തിയതായിരിക്കും. അവൻ്റെ കൂടെ കൂടിയാ എൻ്റെ മോൻ ഇത്രയും വഴിപഴിച്ച് പോയെന്നൊക്കെ പറയുകയാണ് കേട്ടോ കമല. കടപ്പാട്ടൊരു വീട്ടിലെ രോഹിത്തില്ലേ, അവനെ എൻ്റെ മോനെ കുടുക്കിയത്, അതെനിക്ക് ഉറപ്പാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കമല. അപ്പോഴേക്കും എസ് ഐ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങളൊരു അമ്മയാണോ, നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളായി പറയുന്നത്? സ്വന്തം മകൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി, അത് മകൻ സമ്മതിക്കുന്നുണ്ട്, എന്നിട്ടും അവനെ ന്യായീകരിച്ച് പറയുന്ന നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? നിങ്ങൾക്കും ഇല്ലേ ഇതേ പ്രായത്തിലൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരിക്കുമോ? നിങ്ങളപ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ, ഇവനെ ആരോ കൊടുക്കുക തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ കമല വീണ്ടും ഹരിയെ ന്യായീകരിച്ച് തന്നെ പറയുകയാണ്. അപ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ മാത്രം ധാരണയാണ്. എന്നാൽ കേട്ടോ, നിങ്ങളുടെ മകൻ തന്നെയാണ് ആ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ആദ്യം പീഡിപ്പിച്ചത്. അത് കേൾക്കുമ്പോഴേക്കും കമല ആകെ ഷോക്കായി നിൽക്കുകയാണ്. സ്വന്തം മകനെക്കുറിച്ച് ന്യായീകരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന കമലയ്ക്ക് ഒരക്ഷരം പോലും തിരിച്ചു മിണ്ടാൻ പറ്റാതെ അപമാനം കാരണം തല താഴ്ത്തി നിൽക്കുകയാണ് കമല. ക്രൂര പീഡനത്തിനിരയായ ആ പെൺകുട്ടിയും നിങ്ങളുടെ മകനായ ഹരിയും തമ്മിൽ കുറച്ച് നാളുകളെ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അവളെ വശീകരിച്ച് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എന്ന പേരിൽ അവളെ വിളിച്ചുകൊണ്ട് പോയി മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടുപോയി അതിക്രൂരമായി ഇവർ പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ അയാൾ പറയുകയാണ് കമലയോട്.
നിങ്ങളുടെ മകൻ തന്നെ ആദ്യം ആ കുട്ടിയെ റേപ്പ് ചെയ്തത്. ഈ ബാക്കിയുള്ള 3 പേരെയും ആ കുട്ടിക്ക് ഒരു പരിചയമില്ല. നിങ്ങളുടെ മകനാണ് ആ കുട്ടിയെ കാറിൽ കയറ്റി ആ സംഭവ സ്ഥലത്ത് എത്തിച്ചതും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊക്കെ കള്ളവന്ന് നിനക്ക് പറയാൻ പറ്റുമോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഹരിയോട്. അപ്പോഴേക്കും ഹരി കമലയെ ഒന്ന് നോക്കിയിട്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. എസ് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. സ്വന്തം മകന്റെ ഭാഗത്തെ തെറ്റ് മനസ്സിലാക്കാതെ അവനെ ന്യായീകരിച്ചല്ലേ നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നത്. അവനും അവന്റെ കൂട്ടുകാരും കൂടെ ചെയ്ത ഈ പ്രവൃത്തിയെ നിസ്സാരമായിട്ട് കാണുന്ന നിങ്ങളൊക്കെ ഒരു തള്ള തന്നെയാണോ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ എസ് ഐ. അപ്പോഴേക്കും കമല ഒരക്ഷരം മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. മനു ആണെങ്കിലും ഇവൻ്റെയൊക്കെ ചേട്ടനാണെന്ന് പറഞ്ഞ് നിൽക്കാൻ തന്നെ നാണക്കേടാന്നുള്ള മട്ടിൽ അപമാന ഭാരത്താൽ തന്നെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എസ് ഐ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇടയ്ക്ക് കമലയുടെ മുഖത്തേക്കും അതുപോലെ മനുവിൻ്റെ മുഖത്തേക്കും ഒക്കെ നോക്കുന്നുണ്ട് ഹരി. മനു ആണെങ്കിൽ കട്ട കലിപ്പിൽ തന്നെ നിൽക്കുകയാണ്. അന്ന് അലീനയോടും ഇവൻ ഇങ്ങനെയല്ലേ പെരുമാറിയേ എന്നൊക്കെ ഓർത്തുകൊണ്ട് അവനെ ഇടിച്ച് പഞ്ചറാക്കാൻ തന്നെ തോന്നിയാണ് കേട്ടോ നമ്മുടെ മനുവിന്. എന്നിട്ട് കമലയോട് ചോദിക്കുന്നുണ്ട് ഇവൻ്റെ റൂം എവിടെയാന്ന്. മുകളിലാണ് സാറേ എന്നിങ്ങനെ കമല പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾസിനോടൊക്കെ പറയുന്നുണ്ട് ആദ്യം നമുക്ക് ഇവൻ്റെ റൂം തന്നെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന്. എന്നിട്ട് കോൺസ്റ്റബിൾസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവനെയും കൂട്ടി നിങ്ങൾ മുകളിൽ പോയി അവൻ്റെ റൂമൊക്കെ ഒന്ന് അരിച്ച് വിറക്ക്, എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല എന്നിങ്ങനെ അയാൾ ഒരു പുച്ഛഭാവത്തോടെ തന്നെ പറയുകയാണ് കേട്ടോ. ഇവർ മുകളിലേക്ക് കയറി പോകുമ്പോഴും എസ് ഐ താഴെ തന്നെ നിന്നിട്ട് മനുവിനോടും കമലയോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. നിങ്ങളുടെ മകനുണ്ടല്ലോ അവനത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അവൻ ചെയ്യാത്ത തെറ്റുകളൊന്നും തന്നെയില്ല. അവനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും അവൻ തത്ത പറയുന്ന പോലെ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ അത്ര പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആ കേസ്. പോക്സോ കേസിൽ ജാമ്യം പോലും കിട്ടത്തില്ല. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. ചെയ്ത തെറ്റിനൊക്കെ കുറച്ച് നാൾ അഴിയാണ് ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ്. എസ് ഐ താഴെ നിന്ന് ഇവരോട് സംസാരിക്കുമ്പോഴേക്കും ഹരിയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയ കോൺസ്റ്റബിൾസൊക്കെ ഹരിയുടെ റൂം അരിച്ചു പറക്കുകയാണ്. അങ്ങനെ ഹരിയുടെ മുറിയിൽ നിന്നും അവർ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള തെളിവുകൾ കിട്ടുകയാണ്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ്, പഴയ പൊട്ടിപ്പോയ ഫോണ്, അതുപോലെ തന്നെ പെൻഡ്രൈവുകൾ, മെമ്മറി കാർഡുകൾ, കുറേയധികം CD-കൾ, ഡ്രഗ്സ്, മദ്യം, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടുന്ന് അവർ തപ്പിയെടുക്കുകയാണ്. അങ്ങനെ കിട്ടിയ തെളിവുകളെല്ലാം അവർ കയ്യിലെടുത്തോടെ തന്നെ ഹരിയും കൂട്ടിക്കൊണ്ട് താഴേക്ക് വരികയാണ്. എന്നിട്ട് കിട്ടിയ തെളിവുകളെല്ലാം തന്നെ ടേബിളിൽ നിരത്തി വെക്കുകയാണ് കോൺസ്റ്റബിൾസ്. അപ്പോഴേക്കും അത് കണ്ടിട്ട് എസ് ഐ പറയുന്നുണ്ട്, ആഹാ നീ കൊള്ളാവല്ലോടാ, ഇത്രയും നിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ ഒരു കളിയാക്കലോട് കൂടി തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് കമലയോട് പറയുന്നുണ്ട്, ദേ കണ്ടോ മകന്റെ റൂമിൽ നിന്നും കിട്ടിയ സാധനങ്ങളൊക്കെ അമ്മയും ചേട്ടനൊക്കെ കണ്ണ് തുറന്ന് തന്നെ കാണുന്നൊക്കെ അയാൾ കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ്. ഇനി ഇതൊക്കെ പരിശോധിക്കുമ്പം ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ കിട്ടും എന്നൊക്കെയുള്ളത് അറിയണ്ടേ നിങ്ങൾക്ക്? എന്തായാലും അതൊക്കെ പരിശോധിക്കാം. ഇതിനകത്ത് എന്തൊക്കെ കാണുമെന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. തൽക്കാലം മോൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ ഞങ്ങൾ പരിശോധിച്ചു. അതിലും അത്യാവശ്യം കാണാനുള്ളതൊക്കെ തന്നെ ഇവൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ വരെ ഇവൻ്റെ ഫോണിലുണ്ട്. അതിൽ ഈ വീട്ടിലെ കുട്ടിയുടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനും മടിയില്ലാത്തവനായി ഇവനെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മനുവും കമലയൊക്കെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. സ്വന്തം അനിയത്തിയെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോടാ എന്നിങ്ങനെ പോലീസ് ചോദിക്കാനോട്ടോ ഹരിയുടെ കോളറിലൊക്കെ പിടിച്ചോണ്ട് തന്നെ. ബബിതയുടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഹരിയുടെ കയ്യിൽ. അതും നമ്മുടെ പോലീസുകാർ കണ്ടുപിടിക്കുകയാണ്. ഹരിയുടെ ഫോണിലുണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ അതിൽ നിന്ന് അമ്മയും ചേട്ടനെയൊക്കെ കാണിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള 2-3 ഫോട്ടോസൊക്കെ എടുത്ത് എസ് ഐ ഏമാൻ അവരെ കാണിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ കണ്ടു കഴിയുമ്പോഴേക്കും ഹരിയെ അവിടെ ഇട്ട് തന്നെ ചവിട്ടി കൊല്ലാൻ തോന്നുകയാണ് കേട്ടോ മനുവിന്. കമലയും നല്ല ദേഷ്യത്തിലാണ്. കാരണം സ്വന്തം മോനെക്കുറിച്ച് ന്യായീകരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാണല്ലോ കമല. എന്നിട്ട് സ്വന്തം മോൻ്റെ പ്രവർത്തികൾ ഇതൊക്കെ അന്ന് മനസ്സിലാക്കുമ്പോഴേക്കും കമലയ്ക്കും നല്ല ദേഷ്യം വരികയാണ്. കമല ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ഹരിയെ തുറച്ചു നോക്കുകയാണ്. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. പ്രശ്നങ്ങളൊക്കെ നാൾക്ക് നാൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട്. എസ് ഐ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഇവന്മാരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ഫോണും പഴയ ഫോണും ലാപ്ടോപ്പും ആ മെമ്മറി കാർഡും CD-യും എല്ലാം ഞങ്ങൾ പരിശോധിക്കാൻ പോവുക. ഇനി ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ തെളിവുകളാണ് കിട്ടാൻ പോകുന്നതെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇവനും ഇവൻ്റെ കൂട്ടുകാരും ഒന്നും ഇനി പുറം ലോകം കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എല്ലാ എണ്ണത്തിനും ജീവപര്യന്തം തന്നെ മേടിച്ചു കൊടുക്കാൻ മാക്സിമം ഞാൻ നോക്കും. എല്ലാ എണ്ണവും അഴിയണ് ജയിലിൽ കിടക്കട്ടെ. അത്ര പെട്ടെന്നൊന്നും ഇവരെ പുറത്തിറക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് പണം ഇറക്കി കളിച്ചാലും ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതൊക്കെ ഇപ്പം തന്നെ വലിയ വാർത്തയായി കഴിഞ്ഞു. ഇനിയും കഴിഞ്ഞിട്ടില്ല. പോലീസുകാരുടെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഇവൻ കുടിച്ച മുലപ്പാൽ വരെ ഞങ്ങൾ ഇവനെ കൊണ്ട് തുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവനായിട്ട് ഞാനും കോൺസ്റ്റബിൾസും ഒക്കെ കൊടുത്തിട്ടുള്ളതെന്നൊക്കെ തന്നെ കമലയുടെ മുമ്പിൽ അയാൾ പറയുന്നുണ്ട്. കമലയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ഹരിയോടുള്ള ദേഷ്യവും അതിലപ്പുറം സങ്കടവും നാണക്കേടും എല്ലാം തോന്നുകയാണ്.
സ്വന്തം പെങ്ങളെ പോലും ഇവൻ വെറുതെ വിട്ടില്ല. ഇവനെയൊക്കെ ഇങ്ങനെ വളർത്തി വിട്ടേക്കുന്ന എന്തിനാണ് എന്നിങ്ങനെ കമലയോട് ചോദിക്കുകയാണ് കേട്ടോ. കമലയ്ക്ക് ഒരു ഉത്തരവും ഇല്ല പറയാൻ. കമല മിണ്ടാതെ നിൽക്കുകയാണ്. കാശുള്ള വീട്ടിലെ പയ്യന്മാർക്കൊക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് വെച്ചാൽ ഒരെല പറിച്ച് കളയുന്ന പോലെയേ ഉള്ളൂ. അവന്മാരുടെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക, അത് വെച്ചിട്ട് ആ പെൺകുട്ടിയെ ജീവിതകാലം മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇവൻ്റെയൊക്കെ മനസ്സിലെ ഉദ്ദേശം അതൊക്കെ ആയിരിക്കണം. എന്തായാലും അതൊന്നും തന്നെ ഇനി നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കുന്നവന്മാർക്കുള്ളൊരു പാഠം കൂടി ആയിരിക്കണം ഇത്. എന്തായാലും ഇപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ, ഇനിയും ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഹരിയും കൂട്ടിക്കൊണ്ട് അവർ ഇറങ്ങി പോകാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് മനുവിനോടായിട്ട് എസ് ഐ പറയുന്നുണ്ട്, ഇവരെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ തലയും കൊത്തി മറിഞ്ഞ് നോക്കിയാലും അതിനൊന്നും ഒരു സ്കോപ്പും ഇല്ല. അത്രയും ക്രൈംസ് ഇവൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുനിന്നും ഈ കേസിനെ എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ സ്ട്രോങ് ആക്കിയിരിക്കും. എല്ലാ പഴുതുകളും അടച്ചായിരിക്കും ഞാൻ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്. അവർക്ക് എന്തായാലും ഒരിക്കലും കോടതിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ തന്നെ അയാൾ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ തെളിവെടുപ്പിനായിട്ട് തന്നെ ഹരിയും കൂട്ടിക്കൊണ്ട് വന്നു. എല്ലാ തെളിവുകളും കണ്ടെത്തിയതിനു ശേഷം തിരിച്ച് ഹരിയും കൂട്ടിക്കൊണ്ട് തന്നെ പോലീസുകാർ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. പോലീസുകാർ ഇറങ്ങി പോയ പിറകെ തന്നെ മനു കമലയോട് പറയുന്നുണ്ട്, കണ്ടല്ലോ മോൻ്റെ ലീലാവിലാസങ്ങളെല്ലാം അമ്മ കണ്ടില്ലേ, മോൻ്റെ മുറിയിൽ നിന്നും പിടിച്ചെടുത്ത സാധനങ്ങളൊക്കെ അമ്മ കണ്ടായിരുന്നോ, അതിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നും അമ്മയ്ക്ക് അറിയാമല്ലോ എന്നിങ്ങനെ കമലയോട് ചോദിക്കുന്നുണ്ട് മനു. അപ്പോഴേക്കും കമല ഒരക്ഷരം പോലും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇത്രയും നേരം വരെയും സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്ത് അവൻ അങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടുണ്ടാകില്ല, എല്ലാം രോഹിത്തിൻ്റെ ഭാഗത്ത് തെറ്റാണ്, അവനാണ് ഹരിയും കൂടെ ചീത്തയാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. എന്നാൽ പോലീസുകാർ വന്ന് എല്ലാ തെളിവുകളും നിരത്തി വെച്ച് കമലയ്ക്ക് നല്ല മറുപടിയും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കമലയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാനില്ല കേട്ടോ. അങ്ങനെ പോലീസുകാരുടെ മൂന്നാം മുറയിൽ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അലീനയോട് ഇവർ കാണിച്ച ക്രൂരതകളും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു രീതിക്ക് തന്നെ അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളുമെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അലീനയുടെ ഭാഗത്തുനിന്നും ഒരു കംപ്ലൈൻറ്റ് എഴുതി മേടിച്ച് കേസിനെ കുറച്ചും കൂടെ ഒന്ന് ബലപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ എസ് ഐ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് കടപ്പാട്ടൊരു വീട്ടിലേക്ക് ചെന്ന് അലീനയും കൂട്ടിയിട്ട് ചോദ്യം ചെയ്യാനാണെന്നുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അലീനയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും. കടപ്പാട്ടൂരുള്ളവർക്കോ കൊല്ലപ്പള്ളിയിലുള്ളവർക്കോ ആർക്കും തന്നെ വീടിനെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. കാരണം ജനങ്ങളെല്ലാവരും തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ്. ആരെ കൈ കിട്ടിയാലും വെറുതെ വിടില്ലെന്നുള്ള മട്ടിലാണ് ജനങ്ങളൊക്കെ ഇരിക്കുന്നതും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്